വി.ഡി. സതീശൻ സർക്കാർ കയറിയതിന് ശേഷം ഒരു അഴിച്ചുപണികളും അതുപോലെ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ ഐ.എസ്. ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്താണ് അഴിച്ചുപണി തുടങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഷൗക്കത്ത് അലിയെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിക്കാൻ പോകുന്നതാണ്. ഇനി സഖാക്കളുടെയൊക്കെ ഉറക്കം കെടുന്ന ഒരു പ്രവൃത്തിയായിരിക്കില്ലേ അത്? ഈ സഖാക്കളുടെ ഉറക്കം കെടുമെന്നുള്ള എനിക്കറിയില്ല. ഏതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗുണ്ടകളുടെ ഉറക്കം കെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കണ്ണൂരിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പലരും ഗുണ്ടകളാണ്. ഈ ഗുണ്ടകളുടെ ഉറക്കം കെടാനുള്ള സാധ്യതയുണ്ട്. എനിക്കതിനകത്ത് വലിയ അനുഭവമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുന്ന പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൂടുന്നു, അവർ തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി ആവുന്നു, അവർ ഡൽഹി ചെല്ലുമ്പോൾ പൊളിറ്റ് ബ്യൂറോ ആവുന്നു എന്നുള്ള പ്രത്യേകം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കണ്ണൂർ ലോബിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ ഭരിക്കുന്നവരാണ്. ആ കണ്ണൂർ ലോബിയുടെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന വലിയ ആക്ഷേപങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്ക് കൊലപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് വലിയ പ്രസ്താവന ഇവർ നടത്താറുണ്ട്. ഈ പറയുന്ന ആൾക്കെതിരെ ചില ആരോപണം ഉന്നയിക്കും. ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് എന്താ പറഞ്ഞ്, അയാൾ കുലംകുത്തിയാണ് എന്നാര് പറഞ്ഞ്? പിണറായി വിജയൻ പറഞ്ഞ്. പിണറായി വിജയൻ പറയുമ്പോൾ പാർട്ടി അണികൾക്ക് എന്താ തോന്നുന്നത്? ഇനി ഇയാൾ കുലംകുത്തിയാണ്, കൊലംകുത്തിയെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്ന സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണക്കാരായിരിക്കുന്ന ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അവർ ഇന്നോവ കാറിൽ പോയിട്ട് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്, ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുന്നത്. അതന്ന് മാത്രമല്ല, പഴയകാലത്ത് രാഘവനായിരുന്നു. എം വി രാഘവൻ എന്ന് പറയുന്ന ഒരാൾ മഹാഗുണ്ടയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് ഈ പറയുന്ന എം വി രാഘവൻ. രാഘവൻ കൊലപ്പെടുത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആ രാഘവൻ കൊലപ്പെടുത്തിയിരിക്കുന്ന രാഘവനെ പോലും പിൽക്കാലത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. രാഘവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ ആക്ഷേപമില്ലാത്ത ഒരേ ഒരാൾ മാത്രമേ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ. അയാളുടെ പേര് എം വി നികേഷ് കുമാർ എന്നാ. ഇദ്ദേഹത്തിൻ്റെ മകനാണത്, രാഘവന്റെ മകനാണ്. സ്വന്തം അച്ഛനെ കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് ശ്രമിക്കുന്ന ആള്, അഴീക്കോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ തള്ളിപ്പറയുന്ന ആള്. ഇങ്ങനെയുള്ള ചില നികേഷ് കുമാർമാരെയൊക്കെ കണ്ണൂരിൻ്റെ സന്തതികളാണ്. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തത് എം വി രാഘവൻ തുടങ്ങിയിട്ടാണ്. എം വി രാഘവൻ, പിണറായി വിജയൻ തുടങ്ങിയിട്ട് ജയരാജന്മാർ വരെയുള്ളവർ, അവർ കൊലപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ കണക്കെന്നെടുക്കേണ്ടതല്ലേ? ഞാൻ വേറൊരു സാധാരണ പറയാറുണ്ട്, കൂത്തുപറമ്പിൽ രാഘവനെ തടയാൻ വേണ്ടിയിട്ട് പോയി. ആരാ പോയത്? DIFIക്കാർ പോയി, നിരവധി ആളുകൾ പോയി, കൂട്ടത്തിൽ ഒരാളും കൂടി പോയി. പുഷ്പനെ കൂട്ടിക്കൊണ്ടുപോയി അവർ. എന്തുണ്ടായി പുഷ്പനെ അവിടെ പുഷ്പൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തകനല്ല. ആ പുഷ്പനെ അവിടെ കൊണ്ടുപോയിട്ട് പുഷ്പൻ പുറകിൽ നിന്ന് അവസാനമായിക്ക് വെടികൊണ്ട് അയാളവിടെ താഴെ വീണ്, പിന്നെ പുഷ്പൻ 2024 മരിക്കുന്നവരേക്കും കിടന്ന കിടപ്പിലാണ് കിടക്കുന്നത്. എത്രയും നിഷ്ഠൂരമായിരിക്കുന്ന ഈ തരത്തിൽ അവസ്ഥ ഉണ്ടാക്കിയത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു മടി അവർക്കില്ല. ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് എക്കാലത്തും ചില ആളുകൾ അവതരിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് രവി എന്ന് പറയുന്ന ഡി രവി, അദ്ദേഹമാണ് പിന്നെ പിൽക്കാലത്ത് തമിഴ്നാട്ടിലെ ഗവർണറായിട്ട് പോയി. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ബംഗാളിലെ ഗവർണർ. അദ്ദേഹം അവിടെ അവിടുത്തെ കമ്മീഷണർ SP ആയിരുന്നു. അദ്ദേഹം SP ആയിരിക്കുന്ന കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന് അവിടെ ഏറ്റവും വലിയ അന്ത്യം കുറിച്ച ആ സമയത്താണ്. ഇന്നിപ്പോൾ ഏകദേശം സമാനമായ രീതിയിലുണ്ട്. ഇന്നിപ്പോൾ എന്താ ഉള്ളത്? ഷൗക്കത്ത് അലി അവിടെ ചെല്ലുകയാണ്. ഷൗക്കത്ത് അലി ചെല്ലുന്ന സമയത്ത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ അവസ്ഥ, അവിടെ പാർട്ടി മൊത്തം ശിഥിലമാണ്. പാർട്ടി തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് TK ഗോവിന്ദനെ പോലുള്ള ആളുകൾ അവിടെ തളിപ്പറമ്പ് നിന്നിട്ട് മത്സരിക്കുന്നത്. അവിടെ MV ഗോവിന്ദൻ്റെ ഭാര്യ കയറി മത്സരിക്കുന്നത്. ആ ഭാര്യയെ നിലം പരിശാക്കിക്കൊണ്ട് TK ഗോവിന്ദൻ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. അതുപോലെ തന്നെ പയ്യന്നൂരിൽ നിന്ന് ഉണ്ടായിരുന്ന ആള് അവിടെ ഉണ്ടായിരുന്ന മസൂദനായിരുന്നു. അയാൾ 40,000 ഉടനാ ഇതിനു മുമ്പ് ജയിച്ചത്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൃക്കരിപ്പൂർ അടക്കമുള്ള സ്ഥലത്തൊക്കെ 99% പോളിംഗ് നടക്കുക. കാരണം രാവിലെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കുന്ന ആളുകൾ, NGO യൂണിയൻകാരായിരിക്കുന്ന ആളുകൾ, അവർ ഇലക്ഷൻ ബൂത്തിൽ വന്നിട്ട് അവർ തീരുമാനിക്കുന്നു കാര്യങ്ങൾ. അവിടെ എതിർ പ്രസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തും കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ കോൺഗ്രസ്സുകാരൻ്റെ കൊടി കാണൂല, അവിടെ BJPക്കാരൻ്റെ കൊടി കാണൂല, അവിടെ CPIക്കാരൻ്റെ കൊടി ഉണ്ടാവില്ല, അവിടെ ജനതാദൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു വലിയൊരു പാരമ്പര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോടതി വരാന്തകയിൽ വെച്ചിട്ട്, ഒരു ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട്, ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഒരാൾ അവിടുത്തെ ഒരു MLA കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ആ ചരിത്രം അവിടെ തന്നെ ഉള്ളത്. ആ MLAയുടെ പേരെന്താ? PR കുറുപ്പ് എന്നാണ്. PR കുറുപ്പ് അന്ന് MLA ആണ്. PR കുറുപ്പിനെ കൊല്ലാൻ നോക്കുന്നത് KG മാരാർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ KG മാരാരാ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗംഗാധരമാരാര്, ഒരു പക്ക ഗുണ്ട. ഈ പറയുന്ന ഗുണ്ടയായിട്ടുള്ള ആളുടെ കയ്യിൽ ആസിഡ് ബൾബ് കൊടുത്തിട്ട് അയാൾ ആസിഡ് ബൾബായിട്ട് സ്ഥിരം യാത്ര ചെയ്യുന്ന ആള്.
ആ സമയത്ത് കോടതി വരാന്തയിൽ വെച്ച് കണ്ട സമയത്ത് ആസിഡ് ബൾബ് എടുക്കാൻ മറന്നു പോയതിൻ്റെ പേരിൽ കയ്യിലിരിക്കുന്ന കത്തി വെച്ചിട്ട് ഈ പറയുന്ന PR കുറുപ്പിനെ വെട്ടുന്ന ആളുടെ പേര് ഗംഗാധരമാരാണെന്നാണ്. അതിനെക്കുറിച്ച് പച്ചക്കുതിരയിൽ ഒരു 6-7 മാസത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന ഗംഗാധരമാരാരുടെ മരുമകനോ ബന്ധുവായിരിക്കുന്ന NE സുധീറിന്റെ ലേഖനം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ അവിടെ വെച്ച് കൊലപ്പെടുത്താൻ സാധിക്കുന്നു. പിന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ണൂരാണ് ഒരു ഗവർണറെ കൊല്ലാൻ പരിശ്രമം നടത്തുന്നത്. അത് 1967 അന്ന് സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് അന്നത്തെ V വിശ്വനാഥനാണ് അന്നത്തെ ഗവർണർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു, കേരള സർക്കാരിനെതിരായിട്ട് വരുന്നു, കേരളത്തിന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, കേരളത്തിൽ ഭരണവും സമരവുമാണ് എന്ന് EMS വലിയ പ്രചരണം നടത്തിക്കൊണ്ട് ആ സമയത്ത് ഈ പറയുന്ന 62 ഏത് തരത്തിലാണോ ഗംഗാധരമാരാര് കോടതി വരാന്തയിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഇദ്ദേഹത്തിന് മറ്റേ PR കുറുപ്പിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്, അതേ ഗംഗാധരമാരാര് രണ്ടാമതും ഒരു ചാവേറിനെ പോലെ അവിടേക്ക് പറഞ്ഞു വിടുന്ന ആരാര്? അത് EMSന്റെ ശിഷ്യനാണ് ഇയാള്. EMSന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവർണർ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേർക്ക് ആസിഡ് ബൾബ് എറിയുന്ന അയാളുടെ പേര് ഗംഗാധരമാരായിരുന്ന KG മാരായിരുന്നാണ്. അത് 67 സംഭവിക്കുന്നു. 4 വർഷം വീണ്ടും കഴിഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരമാരാർ വീണ്ടും പുറത്തു വന്നു. 3 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നു. ഗംഗാധരമാരാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ് CH മുഹമ്മദ് കോയ തലശ്ശേരിയിൽ വരുന്നുണ്ട്. ആ CH മുഹമ്മദ് കോയ വകവരുത്തണം. അവിടെ ഉള്ള ബംഗ്ലാവിലേക്ക് ഇദ്ദേഹം ചെല്ലുകയാണ്, ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുകയാണ്. അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. നാദാപുരത്ത് നടക്കുന്ന സംഘർഷത്തിന്റെ പേരിൽ CH മുഹമ്മദ് കോയക്കാർ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനും അന്ന് വധശ്രമം നടക്കുന്നു. ആ വധശ്രമത്തിനകത്തും 3ാമത് KG മാരാർ അറസ്റ്റിലാവുന്നു. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വീണ്ടും കൊലക്കേസിൽ പ്രതിയാകുമായിരുന്നു. കാരണം ഇതിനകത്ത് കൊലക്കേസിന് പോകണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനിക്കുന്ന ചില ചാവേറുകൾ കൊലക്കേസുകൾ പ്രതിയായിട്ട് വരും. അവർ നിരന്തരമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും. അവർക്ക് പ്രത്യേകമായിട്ട് ജോലി ഉണ്ടാവണം നിർബന്ധമില്ല. ഈ KG മാരാർ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. അവർ ജോലി രാജിവെപ്പിച്ച് അവർ കൊണ്ടുവന്നേ. ആ ജോലി രാജിവെപ്പിച്ച് നിരവധി കേസുകളുടെ പ്രതിയാക്കി 8-9 വർഷക്കാലത്തോളം ജയിലിലാക്കിയത് ഈ പറയുന്ന കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ്, നിരവധി ആളുകളെ കൊലയ്ക്ക് കൊടുത്തുള്ള ചരിത്രമാണ്. ഇന്നിപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ആവശ്യം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന TK ഗോവിന്ദനും അല്ലെങ്കിൽ നമ്മുടെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ ഉണ്ട്. അവരുടെ എല്ലാം ജീവിതം തന്നെ സത്യത്തിൽ അവതാളത്തിലാണ്. അവരുടെ അവതാളത്തിലാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ പോലീസ് സംവിധാനം വേണം. ഞാൻ മനസ്സിലാക്കുന്നത് ഷൗക്കത്ത് അലിയുടെ വരവോടുകൂടിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിന്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്, ഗുണ്ടകൾക്ക് അവിടെ ശക്തമായ കൂച്ചുവിലങ്ങിടാൻ വേണ്ടി പോവുകയാണ്. ഈ കൂച്ചുവിലങ്ങ് ഇന്ന് കണ്ണൂരിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് പോലീസ് സേനയിലെ ഈ പറയുന്ന ചില പൊളിച്ചെഴുത്തുകൾ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ അനിവാര്യമാണ് എന്നാണ് എൻ്റെ അതിനെ സംബന്ധിക്കുന്ന അനുമാനം. എങ്ങനെയാണ്? തീർച്ചയായും സാർ, ഈ ഷൗക്കത്ത് അലിക്കാണെങ്കിൽ പോലും TP വധക്കേസുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ അവരുടെ അടുത്ത് പോയി അല്ലെങ്കിൽ അവരുടെ താവളത്തിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു ചരിത്രം കൂടി ഷൗക്കത്ത് അലിക്ക് ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഷൗക്കത്ത് അലി ഒരു നിർഭയനായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അതുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ കേസിലെ, അല്ലെങ്കിൽ സാധാരണ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാനൊന്നും പറ്റൂല. അത് പിടിച്ചത് ഷൗക്കത്ത് അലി പോലുള്ള മിടുക്കനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനായതിന്റെ പേരിലാണ്. പഴയകാലത്ത് D രവി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് സ്വന്തം വാഹനവുമായിട്ട് അദ്ദേഹം ഇരച്ചു കയറും. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാം മുട്ടുകാൽ കൂട്ടിയിടിക്കും. അങ്ങനെ ഏറ്റവും ഭയം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാര് രാഘവനും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വിറച്ചിരുന്ന D രവിയുടെ വരവിന്റെ സമയത്താണ്. സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോഴത്തെ ഷൗക്കത്ത് അലിയുടെ വരവ്. ഷൗക്കത്ത് അലി വന്നിട്ടുണ്ടെങ്കിൽ MV ജയരാജനും P ജയരാജനും മറ്റേ വേറൊരു ജയരാജൻ DP ജയരാജൻ ഈ പറയുന്ന ഗുണ്ടകളൊക്കെ പിടിച്ച് അകത്താക്കും. പിടിച്ചിട്ട് ഒരു മടിയ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അത്രയ്ക്ക് നിർഭയമായ രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയെ നയിക്കാനായിട്ട് കണ്ണൂരിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന
ഒരു വരവാണ് ഷൗക്കത്ത് അലിയുടെ വരവ്. അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസൊന്നും ഇവർ ശിക്ഷിക്കപ്പെടില്ല. ഇവരുദ്ദേശിച്ചത് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലോ ഏതെങ്കിലും മുസ്ലിം സംഘങ്ങളുടെ പേരിലോ ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതല്ല വസ്തുത എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സത്യസന്ധമായിട്ട് യഥാർത്ഥമായിട്ടുള്ള കുറ്റവാളികളെ പിടിക്കാൻ സാധിച്ചത് ഷൗക്കത്ത് അലിയുടെ നിർഭയമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയുള്ള ഒരു സമയം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ശക്തമായി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ടി കെ ഗോവിന്ദനും അതേപോലെ തന്നെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനൊക്കെ നിർഭയമായിട്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യം കണ്ണൂരിൻ്റെ മണ്ണിലുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.